കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% ക്ഷാമബദ്ധ വർധനവ് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ. പുതിയ വർധനവ് നടപ്പിലാകുന്നതോടെ DA 63% ഉയരും. പുതുക്കിയ ക്ഷാമബദ്ധ 2026 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% ക്ഷാമബദ്ധ വർധനവ് പ്രതീക്ഷിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുതിയ വർധനവ് നടപ്പിലാകുന്നതോടെ നിലവിലുള്ള 60% DA എന്നത് 63% ഉയരും. രാജ്യത്തുടനീളമുള്ള 1.2 കോടിയിലധികം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ പ്രഖ്യാപനത്തിലൂടെ പ്രയോജനം ലഭിക്കാൻ പോവുകയാണ്. പുതുക്കിയ ക്ഷാമബദ്ധ 2026 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വർഷത്തിൽ 2 തവണയാണ് കേന്ദ്ര സർക്കാർ ക്ഷാമബദ്ധ പരിഷ്കരിക്കുന്നത്. വ്യാവസായിക തൊഴിലാളികളുടെ ചില്ലറ പണപ്പെരുപ്പം അളക്കുന്ന AICPI IW ഡേറ്റയുടെ 12 മാസത്തെ ശരാശരി അടിസ്ഥാനമാക്കിയാണ് ക്ഷാമബദ്ധ കണക്കാക്കുന്നത്. 2026 ജൂണിലെ കണക്കുപ്രകാരം അഖിലേന്ത്യാ സൂചിക 151.9 പോയിന്റായി ഉയർന്നിട്ടുണ്ട്. 7ാം ശമ്പള കമ്മീഷന്റെ ഫോർമുല പ്രകാരം കണക്കാക്കുമ്പോൾ DA ഏകദേശം 63.7% വരുമെങ്കിലും സർക്കാർ ദശാംശഭാഗം ഒഴിവാക്കുന്നതിനാൽ ഇത് 63% തന്നെ നിലനിൽക്കുമെന്നാണ് വിലയിരുത്തൽ. സാധാരണയായി ദീപാവലിയോടടുത്താണ് ജൂലൈ മാസത്തെ DA വർധനവ് സർക്കാർ പ്രഖ്യാപിക്കാറുള്ളത്. ഈ വർഷത്തെ ദീപാവലി നവംബർ 8-നകമായതിനാൽ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. കണക്കുകൂട്ടലുകൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഉത്സവ സീസണോടനുബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. DAയിൽ 3% വർധനവുണ്ടാകുന്നത് ജീവനക്കാരുടെ പ്രതിമാസ ശമ്പളത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അടിസ്ഥാന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ് DA കണക്കാക്കുന്നത്. ഇതുപ്രകാരം 18,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരാൾക്ക് പ്രതിമാസം 540 രൂപയും 50,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ളവർക്ക് 1,500 രൂപ വീതവും അധികമായി ലഭിക്കും. സമാനമായ രീതിയിൽ പെൻഷൻകാർക്കും DA റിലീഫിൽ 3% വർധനവ് ലഭിക്കും. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.